ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഇറാനിൽ നിന്ന് എല്ലാ ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കും. ദൗത്യത്തിൻ്റെ ഭാഗമായി നേപ്പാൾ, ശ്രീലങ്കൻ പൗരന്മാരെയും മടക്കിക്കൊണ്ടുവരും. ഇസ്രയേലിൽ നിന്ന് ഒഴിപ്പിച്ച 100 ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ സഹായവുമായി ജോർദാനും രംഗത്ത് വന്നു. അതിനിടെ മഷ്ഹാദിൽ നിന്നുള്ള മറ്റൊരു വിമാനം കൂടി ഡൽഹിയിൽ ഇറങ്ങി. സംഘത്തിൽ മലപ്പുറം സ്വദേശിയായ ഒരു വിദ്യാർത്ഥിനിയും ഉണ്ടായിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലാണ് ഇറാനിൽ നിന്ന് മുഴുവൻ ഇന്ത്യൻ പൗരന്മാരെയും ഒഴിപ്പിക്കാനുള്ള വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ തീരുമാനം. ഇറാനിലെ ഇന്ത്യക്കാരോട് ടെലിഗ്രാം വഴിയോ ഹെൽപ്പ് ലൈൻ നമ്പർ വഴിയോ ഉടൻ എംബസിയുമായി ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകി. നേപ്പാളിൻ്റെയും ശ്രീലങ്കയുടെയും അഭ്യർത്ഥന മാനിച്ച് ഇരു രാജ്യങ്ങളുടെയും പൗരന്മാരെയും ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഇന്ത്യ തിരികെ കൊണ്ടുവരും. ഇസ്രായേലിൽ നിന്ന് കരമാർഗം 100ഓളം ഇന്ത്യക്കാരെ ജോർദാനിൽ എത്തിച്ചു. ഇവരെ റോയൽ ജോർദാനിയൻ എയർലൈൻസ് വഴി നാട്ടിലെത്തിക്കുമെന്നാണ് വിവരം. ഇറാനിലെ മഷ്ഹാദിൽ നിന്ന് 256 പേരുമായി രണ്ടാമത്തെ സംഘം വൈകിട്ടോടെ ഡൽഹിയിലെത്തി. സംഘത്തിൽ മലപ്പുറം സ്വദേശിനിയായ ആദ്യവർഷ മെഡിക്കൽ വിദ്യാർത്ഥിനി ഫാദിലയും ഉണ്ടായിരുന്നു. ഇന്ത്യൻ എംബസി എല്ലാ സഹായങ്ങളും നൽകിയെന്ന് ഫാദിലയുടെ പിതാവ്. കമ്മ്യൂണിക്കേഷൻ കുറവായതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് പ്രകാരം ഇടയ്ക്കിടയ്ക്ക് കിട്ടും, ഇടയ്ക്ക് ബ്ലോക്ക് ആവും. അത് കാരണം അപ്പോൾ പിന്നെ ഇടയ്ക്ക് ബ്ലാസ്റ്റുകൾ കാണുന്നുണ്ട്, അവരും ഫോട്ടോ അയക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ചെത്തിയ സ്ഥിതിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു സിറ്റിയിൽ വേറെ സിറ്റിയിലേക്ക് പോകുമ്പോഴും ആശങ്കയുണ്ടായിരുന്നു. ചെക്ക് പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ആശങ്കയുണ്ടായിരുന്നു. ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലൂടെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. അപ്പോൾ അത് ഇന്ത്യയിൽ നിന്നും കൂടി ആകുമ്പോൾ അവർ കിട്ടുന്ന ഇൻഫർമേഷൻ ഇവിടുന്ന് അവർ പാസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അറിയാൻ കഴിഞ്ഞു. മഷ്ഹാദിൽ നിന്നുള്ള മൂന്നാമത്തെ വിമാനം രാത്രി 11:30 ഡൽഹിയിലെത്തുമെന്നാണ് വിവരം. ഇതുവരെ 827 ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ എത്തിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആർ അച്യുതൻ, 24, ഡൽഹി.